നമസ്കാരം, എൻ്റെ പേര് മൃദുല. ഞാനിവിടെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ നിയോബ്ലസുമായി ബന്ധം വന്നത് എൻ്റെ കുട്ടികളുടെ ഡെലിവറിയായി ബന്ധപ്പെട്ടാണ്. ഒക്ടോബർ 4-നായിരുന്നു എൻ്റെ ഡെലിവറി. 25 ആഴ്ച മാത്രം പ്രായമുള്ള 2 ആൺകുട്ടികളാണ് എനിക്കുണ്ടായത്. 700 ഗ്രാമായിരുന്നു അവരുടെ വെയിറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മൗലാന നിയോബ്ലസിൽ വന്ന സമയത്ത് ഏതൊരമ്മയ്ക്ക് ഉണ്ടാകാവുന്ന പോലെയുള്ള എല്ലാ ആശങ്കകളോടും കൂടി തന്നെയാണ് ഞാൻ അവിടെ എത്തിയത്. 2.5 മാസത്തോളം ഹോസ്പിറ്റലിൽ NICUവിലെ കുട്ടികൾ അഡ്മിറ്റായിരുന്നു. ഇപ്പോൾ എന്തായാലും അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. അവിടെ ജയചന്ദ്രൻ ഡോക്ടർ, നിയോബ്ലസിലെ എല്ലാ സ്റ്റാഫുകളും വളരെ നമ്മളോടുള്ള അവരുടെ പെരുമാറ്റമായാലും നമുക്ക് എല്ലാ രീതിയിലും കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് അവർ നമ്മളോട് പെരുമാറിയിട്ടുള്ളൂ. ഏത് വിഷമഘട്ടത്തിലായാലും നമുക്ക് ഇനിയും പ്രതീക്ഷ തരുന്ന രീതിയിലാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ആ ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇത്രയും സന്തോഷത്തോടു കൂടി നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിലാണ്. നമ്മൾ ദൈവത്തിനെ പോലെ കാണുന്ന എല്ലാ ജയചന്ദ്രൻ ഡോക്ടറും നിയോബ്ലസിലെ എല്ലാ സിസ്റ്റേഴ്സും, ആരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും അത്രയും തന്നെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരോട് അത്രയും കടപ്പെട്ടവരാണ്. അപ്പം എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നിയോബ്ലസിനെ കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ജയചന്ദ്രൻ ഡോക്ടറെ ഞങ്ങൾക്കറിയാം. എൻ്റെ അച്ഛൻ്റെ വീടും ജയചന്ദ്രൻ ഡോക്ടറുടെ വീടും തൊട്ടടുത്താണ്, നെയ്ബേഴ്സാണ്. പിന്നെ മൗലാനയിൽ തന്നെ ഡോക്ടറായ ഡോക്ടർ SV കൃഷ്ണൻകുട്ടി മുഖാന്തരം ഉള്ള അറിവും ഞങ്ങൾക്കുണ്ട്. ഒക്ടോബർ 4-ന് ഞങ്ങൾക്കൊരിക്കലും ഇനി ആലോചിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ ജീവൻ പോകുന്നത് വരെ എന്നും ഓർക്കുന്ന ഒരു ഡേറ്റ് ആയിരിക്കും ഒക്ടോബർ 4. അന്ന് തൃശ്ശൂരുള്ള മറ്റൊരാശുപത്രിയിൽ നിന്ന് അപ്രതീക്ഷിതമായി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നപ്പോൾ ഞങ്ങളാകെ വല്ലാതെ അപ്സെറ്റായിരുന്നു. കൃഷ്ണൻകുട്ടിയേട്ടനാണ് പറഞ്ഞത്, ധൈര്യമായിട്ട് പോന്നോളൂ, ജയേന്ദ്രൻ ഇവിടെ ഉണ്ട്, അദ്ദേഹം ഇതുവരെ തൊട്ടതൊന്നും പൊന്നാക്കിയിട്ടേ ഉള്ളൂ, എല്ലാം രക്ഷപ്പെടുന്നുള്ള ധൈര്യം തന്നിട്ടാണ് ഞങ്ങളിവിടെ ഓടിയെത്തുന്നത്. പിന്നെ അങ്ങനെ കൊച്ചുനാരായണി മാഡം ആണ് ഞങ്ങൾക്ക് ധൈര്യം തന്നത്. പക്ഷേ മണിക്കൂറുകൾ മാത്രമേ ഞങ്ങൾക്ക് ഡെലിവറി നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ അന്ന് മുതൽ ഏതാണ്ട് അല്ല, പൂർണ്ണമായും ഒരു ഫാമിലിയെ പോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയചന്ദ്രൻ ഡോക്ടറും മറ്റ് ഡോക്ടേഴ്സും സ്റ്റാഫും ഓഫീസ് സ്റ്റാഫും എല്ലാവരും അവരുടെ കുഞ്ഞുങ്ങളെപ്പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നമായിട്ടാണ് അത് ഏറ്റെടുത്തത്. എല്ലാവരും ആശുപത്രിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോകാനാണ് ആഗ്രഹിക്കുക. 3 ദിവസം 5 ദിവസം 7 ദിവസം എന്ന് പോകാറാവുന്ന ചോദിക്കുക. ഞങ്ങളിവിടുന്ന് പോവേണ്ടി വരരുതെന്ന് ആഗ്രഹിച്ചിരുന്നത്. കാരണം ഡെലിവറി ഡേറ്റ് വരെ എങ്കിലും ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിന്നാലേ ഈ കുഞ്ഞുങ്ങൾ മിനിമം ഒരു സെക്യൂർ ആവൂ എന്നൊരു ധാരണ നേരത്തെ തന്നെ ഡോക്ടർ നമുക്ക് തന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും ആഗ്രഹിക്കുകയായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റൽ വാസം നീണ്ടു കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചത് സത്യത്തിൽ ഹോസ്പിറ്റലിൽ തുടരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുക. ഇപ്പോഴും ഈ പറഞ്ഞ 75 ദിവസവും അവിടെ നിന്നതായിട്ടുള്ള യാതൊരു പ്രയാസവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ ഇനി 2024 പുതുവർഷം ജനുവരി 1 എന്തായാലും ഞാനും എൻ്റെ ഫാമിലിയും കുട്ടികളും എല്ലാവരും നിയോബ്ലസിനോടൊപ്പം ആഘോഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്രയും നമ്മൾ ഒരു 75 ദിവസത്തോളം നിയോബ്ലസുമായി അത്രയും ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് എന്തായാലും അത് നിയോബ്ലസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്കത് ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ പുതുവർഷം ജനുവരി 1 ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ കുട്ടികളുമായിട്ട് നിയോബ്ലസിൽ എത്തിച്ചേരുന്നുണ്ട്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ.